വെൽക്കം ടു മെക്ഫിറ്റ്. നമുക്ക് കുറച്ച് MCQs ആണ് ഡീൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് കോമ്പോസിഷൻ ഓഫ് വൈറ്റ് വാഷ്. വൈറ്റ് വാഷിൻ്റെ കറക്റ്റ് കോമ്പോസിഷൻ ഏതാണ്? ഓപ്ഷൻ എ, ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് ടർപ്പൻറ്റൈൻ, ചോക്ക് മിക്സ്ഡ് വിത്ത് മെത്തിലേറ്റഡ് സ്പിരിറ്റ്, വൈറ്റ് ലെഡ് പൗഡർ മിക്സ്ഡ് വിത്ത് ടർപ്പൻറ്റൈൻ, ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വൈറ്റ് വാഷിൻ്റെ എല്ലാ കോമ്പോസിഷനും മനസ്സിലാക്കാം. ഈ ചോക്ക് പൗഡറിൻ്റെ കൂടെ വാട്ടറും കൂടെ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ്. അപ്പം ചോക്ക് മിക്സ്ഡ് വിത്ത് മെത്തിലേറ്റഡ് സ്പിരിറ്റും വൈറ്റ് ലെഡ് പൗഡർ മിക്സ്ഡ് വിത്ത് ടർപ്പൻറ്റൈനും വൈറ്റ് വാഷ് ഉണ്ടാക്കുന്ന ഫോർമേഷൻ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്മോളർ വർക്ക് പീസസ് ഓഫ് മെറ്റൽസ്, വുഡ് ആൻഡ് പ്ലാസ്റ്റിക്സ്? സ്മോളർ വർക്ക് പീസസ് ആയിട്ടുള്ള മെറ്റൽസ്, വുഡ്, പ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണെന്നുള്ളത്? വൈറ്റ് വാഷ്, പ്രഷ്യൻ ബ്ലൂ, പെർമനന്റ് മാർക്കർ, മാർക്കിംഗ് ബ്ലൂ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെർമനന്റ് മാർക്കർ എന്നുള്ളതാണ്. ഈ വൈറ്റ് വാഷ് എന്ന് പറയുന്ന റഫ് ഫോർജിങ്സിലും കാസ്റ്റിങ്സിലുമാണ് യൂസ് ചെയ്യുന്നത്. പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് അത് നമ്മൾ ഫോർജിങ്സ് ഫയൽ ചെയ്ത സർഫസിലോ മെഷീൻഡ് സർഫസിലോ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ക്ലിയർ ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ഡ്രൈ ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പ്രഷ്യൻ ബ്ലൂവിൻ്റെ അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീൽ റൂൾസ് ആർ മെയ്ഡ് ഓഫ്. സ്റ്റീൽ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. ഹൈ കാർബൺ സ്റ്റീൽ, സ്പ്രിംഗ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബോത്ത് ബി ആൻഡ് സി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ്. അപ്പോൾ സ്റ്റീൽ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ സ്പ്രിംഗ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് അറിയുക. പിന്നെ ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ 1 ഇഞ്ച്? ഒരു ഇഞ്ചിൽ എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ട്? നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2.54 mm, 30.48 mm, 25.4 mm, 3.048 mm. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 25.4 mm ആണ്. ഈ 2.54 mm കാണുമ്പോൾ നമ്മൾ അവിടെ പോയി കുത്താൻ സാധ്യതയുണ്ട്. ഇതേപോലെ ഈ ഇഞ്ചിന് സെൻറ്റിമീറ്ററിൽ ചോദിച്ചാലും അതുപോലെ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, സൈസ് ഓഫ് ഡിവൈഡേഴ്സ് റേഞ്ച് ബിറ്റ്വീൻ. ഇപ്പോൾ ഒരു ഡിവൈഡറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസസിൻ്റെ റേഞ്ച് അറിയാവുന്നതാണ്. 50 to 100 mm, 25 to 250 mm, 50 to 150 mm, 50 to 200 mm. അപ്പോൾ ഒരു ഡിവൈഡറിൻ്റെ സൈസ് ജനറലി വരുന്നത് 50 to 150 mm ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ഹൗ ടു ഐഡൻറ്റിഫൈ ഇൻസൈഡ് കാലിപ്പർ. ഒരു ഇൻസൈഡ് കാലിപ്പറിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ലെഗ് ബെൻഡ് ഇൻവേർഡ്സ് ആൻഡ് ടേക്ക് ഇന്റേണൽ മെഷർമെൻറ്റ്, leg bend outwards and take external measurement, leg bend outwards and take internal measurement, leg bend inwards and take external measurement. അപ്പോൾ ഒരു ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും ആദ്യമേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയുക. ഇൻസൈഡ് കാലിപ്പർ ഇൻറ്റേർണൽ മെഷർമെൻറ്റ് എടുക്കാനാണ്. ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെഷർമെൻറ്റ് എടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ എങ്ങനെ തിരിച്ചറിയാം? ഇതിൻ്റെ ലെഗിൻ്റെ ഇതിലെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഒരു ഇൻസൈഡ് കാലിപ്പർ ആണെങ്കിൽ അതിൻ്റെ ലെഗ് ഔട്ട്വേർഡ് ആയിരിക്കും ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, ലെഗ് ബെൻഡ് ഔട്ട്വേർഡ്സ് ആൻഡ് ടേക്ക് ഇൻറ്റേർണൽ മെഷർമെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ലെഗ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇൻസൈഡിൻ്റെ ഔട്ട്വേർഡ്സ് ആണെന്നും ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ഇൻവേർഡ്സ് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, വിച്ച് പഞ്ച് ഗീവ്സ് ദ വൈഡ് പഞ്ച് മാർക്ക്? ഏത് പഞ്ചാണ് വൈഡ് പഞ്ച് മാർക്ക് തരുന്നത്? പ്രിക് പഞ്ചാണോ, ഡോട്ട് പഞ്ചാണോ, സെൻറ്റർ പഞ്ചാണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? അപ്പോൾ വൈഡ് പഞ്ച് മാർക്ക് തരുന്നത് സെൻറ്റർ പഞ്ചാണ്. ഓക്കെ, 90 ഡിഗ്രിയാണ് സെൻറ്റർ പഞ്ച്. പ്രിക് പഞ്ച് 30 ഉണ്ട്, 60 ഉണ്ട്. അതിൽ തന്നെ 60 ഉള്ളതിനെ ഡോട്ട് പഞ്ച് എന്ന് പറയും. അത് വിറ്റ്നസ് മാർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രിക് പഞ്ച് 30 യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ യൂണിവേഴ്സൽ സർഫസ് ഗേജ് സ്പിൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ടു. അപ്പോൾ സർഫസ് ഗേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സൽ സർഫസ് ഗേജ് സ്നഗിലാണോ, ഗൈഡ് പിന്നിലാണോ, റോക്രാമിലാണോ, സ്ക്രൈബറിലാണോ? അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിയിരിക്കണം. സ്പിൻഡിൽ എന്ന് പറയുന്നത് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്നഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ നേരത്ത് സ്നഗ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അത് സ്ക്രൈബറാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പിൻഡിലാണ്. സ്പിൻഡിൽ യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ റോക്കർ ആമിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
ഫിക്സഡ് ടൈപ്പിലാവുമ്പോൾ ബേസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേഡ് എ വി ബ്ലോക്സ് ആർ മെയ്ഡ് ഓഫ്. ഗ്രേഡ് എ വി ബ്ലോക്സ് മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത്. ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റൈൻ, ബ്രാസ്, ഹൈ ക്വാളിറ്റി സ്റ്റീല്, മൈൽഡ് സ്റ്റീൽ. ഇപ്പോൾ ഗ്രേഡ് എ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വി ബ്ലോക്ക് M50 ബാർ 5240A IS 2949. വാട്ട് ഡസ് എം മീൻസ്? ഇതിൽ എം എന്ന് പറയുന്നത് എന്താണ്? മെട്രിക് ആണോ, ഗ്രേഡ് ഓഫ് വി ബ്ലോക്ക് ആണോ, മാച്ച്ഡ് പെയർ ആണോ, സിംഗിൾ ലെവൽ ആണോ? ഇതിൽ എം എന്ന് പറയുന്നത് മാച്ച്ഡ് പെയർ ആണ്. അപ്പോൾ വി ബ്ലോക്കിൻ്റെ IS കോഡും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതുന്നത് മനസ്സിലാക്കാം. ഇത് അതിൻ്റെ നോമിനൽ ലെങ്തും ഈ 5240 എന്ന് പറയുന്നത് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡയമീറ്ററിൻ്റെ, സിലിണ്ടറിക്കൽ റോഡിൻ്റെ ഡയമീറ്ററിൻ്റെ അളവുമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സർഫസ് പ്ലേറ്റ്? സർഫസ് പ്ലേറ്റിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡേറ്റം സർഫസ്, അവൈലബിൾ ഇൻ 2 grades in വർക്ക്ഷോപ്പ്. കാസ്റ്റ് ആൻഡ് സർഫസ് പ്ലേറ്റ്സ് ഡെസിഗ്നേറ്റഡ് ബൈ ലെങ്ത്, ബ്രെഡ്ത്ത്, ഗ്രേഡ് ആൻഡ് IS നമ്പർ. IS കോഡ് ഫോർ സർഫസ് പ്ലേറ്റ് ഈസ് IS 2285. ഇപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അവൈലബിൾ ഇൻ 2 grades in വർക്ക്ഷോപ്പാണ്. സർഫസ് പ്ലേറ്റ് 3 grades അവൈലബിൾ ആണ്. ഗ്രേഡ് 1, 2 ആൻഡ് 3. ഓക്കെ, അതിൽ ഗ്രേഡ് 1 ആയിരിക്കും മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സർഫസ് പ്ലേറ്റിൻ്റെ IS കോഡ് മനസ്സിലായി, 2285. പിന്നെ കാസ്റ്റ് ആൻഡ് സർഫസ് പ്ലേറ്റ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ലെങ്ത്, ബ്രെഡ്ത്ത്, അതിൻ്റെ ഗ്രേഡ്, IS നമ്പർ വെച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഡാറ്റം സർഫസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ പ്ലേറ്റ് ഹാവിങ് 2 separate pieces which are assembled? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ പ്ലേറ്റ് ഹാവിങ് 2 separate pieces which are assembled? ഇപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 സെപ്പറേറ്റ് പീസസ് ഉണ്ട്. അത് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സോളിഡ് ആംഗിൾ പ്ലേറ്റ് ആണോ, സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണോ, സ്വിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണോ, ബോക്സ് ആംഗിൾ പ്ലേറ്റ് ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്വിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ്. ഓക്കെ. അതിൽ 2 സെപ്പറേറ്റ് പീസസ് കാണും. അത് ബോൾട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 grades in ആംഗിൾ പ്ലേറ്റ്? അപ്പോൾ ആംഗിൾ പ്ലേറ്റിൻ്റെ 2 grades ഏതൊക്കെയാണ്? ഗ്രേഡ് A ആൻഡ് B ആണോ, ഗ്രേഡ് 00 ആൻഡ് ഗ്രേഡ് 01 ആണോ, ഗ്രേഡ് 1 ആൻഡ് 2 ആണോ, ഗ്രേഡ് AB ആൻഡ് ഗ്രേഡ് A ആണോ? അപ്പോൾ ആംഗിൾ പ്ലേറ്റിൻ്റെ ഗ്രേഡ്സ് എന്ന് പറയുന്നത് ഗ്രേഡ് 1 ആൻഡ് 2 ആണ്. അപ്പോൾ ഈ ഗ്രേഡ് Aയും ഗ്രേഡ് AB ഒക്കെ ഓരോന്നിനും വരുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇതുപോലെ ക്വസ്റ്റ്യൻ കയറി വരാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആംഗിൾ പ്ലേറ്റ്? ആംഗിൾ പ്ലേറ്റിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? IS കോഡ് ഫോർ ആംഗിൾ പ്ലേറ്റ് ഈസ് IS 623. സൈസ് ഓഫ് ദ ആംഗിൾ പ്ലേറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ നമ്പേഴ്സ്. ജനറലി മെയ്ഡ് ഓഫ് കാസ്റ്റ് ആൻഡ് ഓർ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ. ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം നമുക്ക് ഇതിൽ നിന്ന് 3-4 പോയിന്റ് എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 623 ആണെന്നും ആംഗിൾ പ്ലേറ്റിൻ്റെ സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സ് വെച്ചിട്ടാണെന്നും അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലോയ് സ്റ്റീലാണ്. നെക്സ്റ്റ്, യൂസ് ഓഫ് പാരലൽ ബ്ലോക്സ്. പാരലൽ ബ്ലോക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പാരലൽ സെറ്റിംഗ് ഓഫ് വർക്ക് പീസ്, റൈസിങ് ദ ഹൈറ്റ് ഓഫ് ദ വർക്ക് പീസ്, ബോത്ത് A ആൻഡ് B, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A ആൻഡ് B ആണ്. പാരലൽ സെറ്റിംഗ് ഓഫ് വർക്ക് പീസ് ആണ് അതിൻ്റെ പ്രൈമറി പർപ്പസ് എങ്കിലും ആ വർക്ക് പീസിൻ്റെ ഹൈറ്റ് നമുക്ക് ചെറുതായിട്ട് റൈസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ മെഷീനിങ് ചെയ്യാൻ നേരത്തും മാർക്കിംഗ് ചെയ്യാൻ നേരത്തും കറക്റ്റ് വിഷൻ കിട്ടുന്ന രീതിയിലാക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IS കോഡ് ഫോർ പാരലൽ ബ്ലോക്ക്. അപ്പം പാരലൽ ബ്ലോക്കിൻ്റെ IS കോഡ് ഏതാണ്? IS 4142, IS 4241, IS 2142, IS 1442. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന IS കോഡൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 4241 ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ആക്യുറസി ഓഫ് പ്രൊട്രാക്ടർ ഹെഡ് ഇൻ കോമ്പിനേഷൻ സെറ്റ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ സെറ്റിൽ പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആക്യുറസി എത്രയാണ്? 1 സെക്കൻഡ് ആണോ, 1 മിനിറ്റ് ആണോ, 1 ഡിഗ്രി ആണോ, 5 മിനിറ്റ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്ക്വയർ ഹെഡ് ഇൻ കോമ്പിനേഷൻ സെറ്റ്? അപ്പോൾ ഒരു സ്ക്വയർ ഹെഡ് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ് കോമ്പിനേഷൻ സെറ്റിൽ. മാർക്ക് ആൻഡ് ചെക്ക് ദ 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾസ്, സെറ്റ് വർക്ക് പീസസ് ഓൺ ദ മെഷീൻസ്, മെഷർ ഡെപ്ത് ഓഫ് സ്ലോട്ട്, ഓൾ ഓഫ് ദ എബവ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ ഒരു സ്ക്വയർ ഹെഡിൻ്റെ യൂസസ് നമുക്ക് മനസ്സിലായി. മാർക്കിംഗ് ആൻഡ് ചെക്കിങ്, 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾസ്, മെഷീൻസിൽ വർക്ക് പീസ് സെറ്റ് ചെയ്യുക, പിന്നെ ഡെപ്ത് ഓഫ് ദ സ്ലോട്ട് മെഷർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിരിറ്റ് ലെവൽ ഈസ് അറ്റാച്ച്ഡ് ടു. സ്പിരിറ്റ് ലെവൽ കോമ്പിനേഷൻ സെറ്റിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, റൂള്, ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. നമുക്ക് ടെക്സ്റ്റിൽ പ്രൊട്രാക്ടർ ഹെഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ, സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്ക്വയർ ഹെഡിലും സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്? ബ്രിട്ടീഷ് ആൻഡ് മെട്രിക്, ഗ്രാവിറ്റേഷൻ ആൻഡ് നോൺ ഗ്രാവിറ്റേഷണൽ, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, മെട്രിക് ആൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. ഇപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഇനി മോഡ്യൂൾ 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹാമർ. ഫേസ് ആൻഡ് പീൻ ആർ കേസ് ഹാർഡൻഡ്. Cheek where the weight of the hammer is stamped. Straight pin is used at corners. All of the above. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണം നമുക്ക് 3 പോയിന്റ് ഇതിനകത്ത് മനസ്സിലാക്കാം. ഫേസും പീനും കേസ് ഹാർഡൻഡ് ആണ്. ചീക്ക് എന്ന് പറയുന്നത് അവിടെ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിരിക്കും, അത് സോഫ്റ്റ് ആയിരിക്കും. സ്ട്രൈറ്റ് പീൻ എന്ന് പറയുന്നത് കോർണേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹാമേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ വെയിറ്റ്, ഷേപ്പ് ഓഫ് പീൻ, ഹാൻഡിൽ ലെങ്ത്, ബോത്ത് എ ആൻഡ് ബി. ഇപ്പോൾ ഒരു ഹാമർ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റും ഷേപ്പ് ഓഫ് ദ പീനും വെച്ചിട്ടായിരിക്കും. മാർക്കിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 ഗ്രാം ആണ്. ഓക്കെ, പിന്നെ റിവെറ്റിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൾ പീൻ ഹാമറാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താൻ. വിച്ച് വൈസ് ഓപ്പണിംഗ് ഓഫ് മൂവബിൾ ജോ ഇസ് ഡൺ ബൈ ട്രിഗർ. അപ്പോൾ ഏത് വൈസിലാണ് ഒരു ട്രിഗർ ഉപയോഗിച്ചിട്ട് മൂവബിൾ ജോ ഓപ്പൺ ചെയ്യുന്നത്? പൈപ്പ് വൈസിലാണോ, ബെഞ്ച് വൈസിലാണോ, ക്വിക്ക് റിലീസിങ് വൈസിലാണോ, പിൻ വൈസിലാണോ? അത് ക്വിക്ക് റിലീസിങ് വൈസിലാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ് ഗ്രിപ്സ് ദ വർക്ക് അറ്റ് 4 പോയിന്റ്. 4 പോയിന്റിൽ ഗ്രിപ്പ് ചെയ്യുന്ന വൈസ് ഏതാണ്? ഓക്കെ, പൈപ്പ് വൈസ്, പിൻ വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൈപ്പ് വൈസ് ആണ്. അതെന്ന് പറയുന്നത് വർക്കിനെ 4 എൻഡിലായിട്ടായിരിക്കും ഗ്രിപ്പ് ചെയ്യുന്നത്. അത് കൂടാതെ അതിൻ്റെ സ്പിൻഡിൽ മൂവ് ചെയ്യുന്നത് വെർട്ടിക്കലി ആയിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻഡ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ. ഇപ്പോൾ ഒരു ഹാൻഡ് വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്സ്, ഗ്രിപ്പിംഗ്, സ്ക്രൂസ്, റിവറ്റ് കീസ്, ഹോൾഡിംഗ് ട്യൂബ്സ് ആൻഡ് പൈപ്സ്, ജനറൽ വർക്ക്. ഇപ്പോൾ ഒരു ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത് സ്ക്രൂസ്, റിവറ്റ്സ്, കീസ് അതിനെയെല്ലാം ഹോൾഡ് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഇൻ ഫോർജ് ഷോപ്പ്? ടൂൾ മേക്കേഴ്സ് വൈസ്, ബെഞ്ച് വൈസ്, ലെഗ് വൈസ്, പിൻ വൈസ്. ഫോർജ് ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഗ് വൈസ് ആണ്. ഓക്കെ, വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് വിച്ച് റിക്വയർസ് ഫയലിംഗ് ഓർ ഡ്രില്ലിംഗ്. അപ്പോൾ ഫയലിങ്ങോ ഡ്രില്ലിങ്ങോ ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത് ബെഞ്ച് വൈസ് ആണോ, പിൻ വൈസ് ആണോ, ലെഗ് വൈസ് ആണോ, ടൂൾ മേക്കേഴ്സ് വൈസ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സ് നട്ട് ഓഫ് എ ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് ഓഫ്. അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും, ഫോസ്ഫർ ബ്രോൺസ് ആണ്. പിന്നെ ജോ പ്ലേറ്റ്സ് ഓഫ് എ ബെഞ്ച് വൈസ് ആർ മെയ്ഡ് ഓഫ്. ജോ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൂൾ സ്റ്റീൽ കൊണ്ടാണ്. ഹാൻഡ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ. ഹാൻഡ് വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫിക്സിങ് ഹെവി ജോബ്സ്, ടൈറ്റനിങ് നെറ്റ് ആൻഡ് ബോൾട്ട്, ഹോൾഡിംഗ് റൗണ്ട് ജോബ്സ്, ഡൂയിങ് മൈന്യൂട്ട് വർക്ക്. ഇപ്പോൾ ഹാൻഡ് വൈസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനറലി ദ ലെങ്ത് ഓഫ് ദ ഹാൻഡിൽ ഓഫ് എ വൈസ് ഈസ്. ഇപ്പോൾ ഒരു വൈസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ നോമിനൽ സൈസുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതെന്ന് പറയുന്നത് 2.5 ടൈംസ് ദ നോമിനൽ സൈസ് ഓഫ് ദ വൈസ് ആണ്.
നോമിനൽ സൈസ് ഓഫ് ദ വൈസ് എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് ഓഫ് ജോ ആണ്, വിഡ്ത്ത് ഓഫ് ജോ ഓപ്പണിംഗ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ ജനറൽ പർപ്പസ് എ ബെഞ്ച് വൈസ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 80 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ, 106 സെൻറ്റിമീറ്റർ, 125 സെൻറ്റിമീറ്റർ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 106 സെൻറ്റിമീറ്റർ, 106 സെൻറ്റിമീറ്റർ ആണ് ബെഞ്ച് വൈസ് നമ്മൾ ജനറൽ പർപ്പസിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഹൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് ക്ലാംസ് ആർ യൂസ് ടു. വൈസ് ക്ലാംസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡ് ദ ജോബ് ഫാമിലി, പ്രൊട്ടക്ട് ദ സെറേറ്റഡ് ജോസ് ഓഫ് ദ വൈസ്, പ്രൊട്ടക്ട് ദ ഫയൽ, പ്രൊട്ടക്ട് ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ജോബ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ജോബ് ആണ്. വൈസ് ക്ലാംസ് എന്ന് പറയുന്നത് അലൂമിനിയം കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൂവബിൾ ജോ ഓഫ് എ ബെഞ്ച് വൈസ് ഈസ് നോട്ട് മൂവിങ് ഈവൻ ദോ ദ സ്പിൻഡിൽ ഈസ് ടേൺഡ്, ഇറ്റ് ഈസ് ഡ്യൂ ടു. അപ്പോൾ സ്പിൻഡിൽ ടേൺ ചെയ്തിട്ടും ബെഞ്ച് വൈസ് അതിൻ്റെ മൂവബിൾ ജോ മൂവ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓവർ ടൈറ്റനിങ് ഓഫ് ജോസ്, ഓവറായിട്ട് ടൈറ്റൻ ചെയ്തു ജോസ്. സ്പിൻഡിൽ പിൻ ഈസ് ബ്രോക്കൺ, സ്പ്രിങ് ഈസ് നോട്ട് ഫങ്ഷനിങ്, ത്രെഡ്സ് ഓൺ സ്പിൻഡിൽ ആർ സ്ലൈറ്റ്ലി വേൺ ഔട്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പിൻഡിൽ പിന്ന് ബ്രോക്കൺ ആയതുകൊണ്ടാണ് ഈ ജോസ് മൂവ് ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെഞ്ച് വൈസ് സ്പിൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് ആൻഡ് മൈൽഡ് സ്റ്റീൽ, ടൂൾ സ്റ്റീൽ, ബ്രോൺസ്. ഇപ്പോൾ ബെഞ്ച് വൈസിൻ്റെ സ്പിൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ മൈൽഡ് സ്റ്റീൽ ആണെന്ന് അറിയുക. ബെഞ്ച് വൈസിൻ്റെ ബോഡി അല്ലെങ്കിൽ ആ ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഓക്കെ, 1 ഡിഗ്രി ഈസ് ഇക്വൽ ടു 60 സെക്കൻഡ്, 60 മിനിറ്റ്, 100 മിനിറ്റ്, 100 സെക്കൻഡ്. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ സെൻറ്റിഡെസിമൽ സിസ്റ്റം 1 റൈറ്റ് ആംഗിൾ ഈക്വൽസ് 90 ഡിഗ്രി, 100 ഗ്രേഡ്, 100 ഡിഗ്രി, 90 ഗ്രേഡ്. അപ്പോൾ ഒരു 1 റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി കുത്താനാണ് ഇവിടെ പോസിബിൾ. സെൻറ്റിഡെസിമൽ സിസ്റ്റത്തിൽ ഗ്രേഡ് ആയിട്ടാണ് പറയുന്നത്, അത് 100 ഗ്രേഡ് ആണ്. ഓക്കെ, ആക്യുറസി ഓഫ് ബിവൽ പ്രൊട്രാക്ടർ 5 മിനിറ്റ്സ്, 5 സെക്കൻഡ്, 1 ഡിഗ്രി, 1 മിനിറ്റ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 5 മിനിറ്റ് പോയി ബിവൽ പ്രൊട്രാക്ടർ കണ്ടത് കുത്തരുത്, ഇവിടെ 1 ഡിഗ്രിയാണ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിവൽ ഗേജ് ആർ ഇൻഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ബിവൽ പ്രൊട്രാക്ടർ ഈസ് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, യൂണിവേഴ്സൽ ബിവൽ ഗേജ് ഹാസ് അഡീഷണൽ ബ്ലേഡ് കമ്പയർ വിത്ത് ബിവൽ ഗേജ്. ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും നമുക്കറിയാം. ബിവൽ ഗേജ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലായി. ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് റീഡിംഗ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിലൊരു പ്രൊട്രാക്ടറും കൂടെ യൂസ് ചെയ്തതല്ലേ നമുക്ക് ആ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സൽ ബിവൽ ഗേജ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ബ്ലേഡ് അതിൽ കാണും, ബിവൽ ഗേജ് കൂടാതെ. ബിവൽ ഗേജിൽ ഒരു ബ്ലേഡേ കാണത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഏരിയ, പ്രഷർ, ലെങ്ത്, ഫോഴ്സ്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. ഇവിടെ ലെങ്ത് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. പിന്നെ 1 കിലോഗ്രാം ഈക്വൽസ്, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര പൗണ്ട് ആണെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 0.454 പൗണ്ട്, LB എന്ന് പറയുന്ന പൗണ്ട് ആണ്. 2.205 പൗണ്ട്, 1.6 LB, 1.8 LB. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 2.2 LB ആണ്. അതുപോലെ തന്നെ 1 പൗണ്ട് എന്ന് പറയുന്നത് 0.54 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 454 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ യൂണിറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് കിലോഗ്രാം ഫോഴ്സ് ആണോ, ന്യൂട്ടൺ ആണോ, പാസ്കൽ ആണോ, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണോ? ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ്? ഇപ്പോൾ ഫാരൻഹീറ്റിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാരൻഹീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. 180 ഡിഗ്രി ആണോ, 112 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? അപ്പം ഇവിടെ എന്ന് പറയുന്നത് 212 ഡിഗ്രിയാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഫാരൻഹീറ്റിൽ. ഇനി പിന്നെ ഫാരൻഹീറ്റും
ഡിഗ്രി സെൽഷ്യസും സെയിം റീഡിങ് കാണിക്കുന്ന ഒരു അളവുണ്ട്, അത് -40 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാം ഈ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മൾ അറിയേണ്ടത് C/0 ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 100 ഈക്വൽസ് F-32 ഡിവൈഡ് ബൈ 180. ഇതിനെ നമുക്ക് C/5 F-32 ഡിവൈഡഡ് ബൈ 9 എന്നുള്ള രീതിയിലാക്കാം. പിന്നെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പം ഈ 9 അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ 9/5C = F-32 എന്നുള്ള രീതിയിൽ ഇക്വേഷനായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ബേസിക്കായിട്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെക്കുക. എന്നിട്ട് ഇപ്പോൾ സെൽഷ്യസിൽ തരുന്നു, ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9/5 × 20 ചെയ്യുക, F-32, ഇത് തമ്മിൽ വെട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കും തരുന്നത്. എന്ന് പറയുന്നത് 36 വന്നു ഇവിടെ. ഓക്കെ, 36, പിന്നെ അപ്പുറത്ത് F-32, ആ എഫിനെ അവിടെ നിർത്തിക്കഴിഞ്ഞ് ആ 32നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്ത് ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 68 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. പിന്നെ പ്രോബ്ലം ഒരിക്കലും ക്വസ്റ്റ്യൻ്റെ ആദ്യം ചെയ്യാൻ നോക്കരുത്. നമ്മൾ എക്സാമിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം ആയിരിക്കും തന്നിരിക്കുന്നത്, അതൊരിക്കലും ഫസ്റ്റ് ചെയ്യാൻ നോക്കരുത്, നമ്മുടെ ടൈം പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രൈ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഒരു ട്രൈ സ്ക്വയർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ആസ് പെർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇറ്റ്സ് ബ്ലേഡ്, ആസ് പെർ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബ്ലേഡ് ഫ്രം ടെർമിനൽ ടു ദ ഇന്നർ എൻഡ് ഓഫ് ദ സ്റ്റോക്ക്. നെക്സ്റ്റ്, ആസ് പെർ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബ്ലേഡ് ഫ്രം ടെർമിനൽ ടു ദ ഔട്ടർ എൻഡ് ഓഫ് ദ സ്റ്റോക്ക്, ആസ് പെർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇറ്റ്സ് സ്റ്റോക്ക്. അപ്പോൾ ഈ രീതിയിലും ട്രൈ സ്ക്വയർ നമ്മൾ സ്പെസിഫിക്കേഷൻ ചോദിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആസ് പെർ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബ്ലേഡ് ഫ്രം ടെർമിനൽ ടു ദ ഇന്നർ എൻഡ് ഓഫ് ദ സ്റ്റോക്ക്, ആ സ്റ്റോക്കിന്റെ ഇന്നർ എൻഡ് വരെയുള്ള. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് എ ട്രൈ സ്ക്വയർ? ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി അറിയാം, 0.002 mm/10 mm ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടൂൾ which is used for making wire hooks and loops. അപ്പോൾ ഇത് പ്ലെയറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വയർ ഹുക്സ് ആൻഡ് ലൂപ്സ് ഉണ്ടാക്കാനായിട്ട് ഫ്ലാറ്റ് നോസ് പ്ലെയർ ആണോ, സൈഡ് കട്ടിംഗ് പ്ലെയർ ആണോ, റൗണ്ട് നോസ് പ്ലെയർ ആണോ, ലോങ് നോസ് പ്ലെയർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൗണ്ട് നോസ് പ്ലെയർ ആണ് നമ്മൾ വയർ ഹുക്സും ലൂപ്സും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് നോസ് പ്ലെയേഴ്സ് ആർ അവൈലബിൾ ഇൻ ദ ഫോളോയിങ് സൈസസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് നോസ് പ്ലെയേഴ്സിനെ കുറിച്ചാണ്. 100 and 150 200 mm, 150 250 300 mm, 100 mm മൂന്ന് സൈസ്, 150 200 200 സൈസ്. അപ്പോൾ ഫ്ലാറ്റ് നോസ് പ്ലെയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 100 150 200 mm ആണ്. പിന്നെ സാധാരണയായിട്ട് പ്ലെയറിൻ്റെ സൈസ് ചോദിക്കുവാണെങ്കിൽ 150 to 230 mm ആണ്. ഇത് ഫ്ലാറ്റ് നോസ് പ്ലെയേഴ്സിനെ മാത്രമായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഈ 150 to 230 എന്ന് പറയുന്ന പ്ലെയറിൻ്റെ അവൈലബിൾ സൈസസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫ്ലാറ്റ് നോസ് പ്ലെയർ പർപ്പസ് ഈസ് ടു, ഒരു ഫ്ലാറ്റ് നോസ് പ്ലെയറിൻ്റെ പർപ്പസ് എന്താണ്? ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്റ്റ്, ഹോൾഡിംഗ് ഫ്ലാറ്റ് തിൻ പ്ലേറ്റ്, മേക്കിംഗ് വയർ ഹുക്സ്, ഹോൾഡിംഗ് കട്ടിംഗ് ട്വിസ്റ്റിംഗ് ആൻഡ് പുള്ളിംഗ്. അപ്പം ഫ്ലാറ്റ് നോസ് പ്ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾഡിംഗ് ഫ്ലാറ്റ് തിൻ പ്ലേറ്റ്സ് ആണെന്ന് അറിയുക. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ട്വിസ്റ്റിംഗ് ഹോൾഡിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് ഓഫ് എ സ്മോൾ ജോബ്? അപ്പോൾ ട്വിസ്റ്റിംഗ് ഹോൾഡിംഗ് ഗ്രിപ്പിംഗ് ഓഫ് സ്മോൾ ജോബ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ്. സൈഡ് കട്ടിംഗ് പ്ലെയർ ആണോ, ഫ്ലാറ്റ് നോസ് പ്ലെയർ ആണോ, കോമ്പിനേഷൻ പ്ലെയർ ആണോ, റൗണ്ട് നോസ് പ്ലെയർ ആണോ? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ പ്ലെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്പാനർ ഈസ് യൂസ്ഡ് ടു ടൈറ്റ് ദ നെറ്റ്സ് ഇൻ പ്ലേസസ് വെയർ ദ സ്പേസ് ഈസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് ഹൈ ലിവറേജ് ഈസ് റിക്വയർഡ്. അപ്പോൾ സ്പേസ് റിസ്ട്രിക്റ്റഡ് ആണ്, ലിവറേജ് ആവശ്യമാണ്, സ്പാനർ ആവശ്യമാണ് നെറ്റ് ടൈറ്റൻ ചെയ്യാൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത് റിംഗ് സ്പാനർ ആണോ, സോക്കറ്റ് അല്ലെങ്കിൽ ബോക്സ് സ്പാനർ ആണോ, ഡബിൾ എൻഡഡ് സ്പാനർ ആണോ, സിംഗിൾ എൻഡഡ് ഓപ്പൺ ജോ അഡ്ജസ്റ്റബിൾ സ്പാനർ ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റിംഗ് സ്പാനർ ആണ്. ഓക്കെ, ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഹൈ ലിവറേജ് നോട്ട് ചെയ്യുക, സ്പേസ് റെസ്ട്രിക്റ്റഡ് നോട്ട് ചെയ്യുക.
നെയിം ദ ടൂൾ യൂസ്ഡ് ഫോർ ലൂസനിങ് ഓർ ടൈറ്റനിങ് ഓഫ് നട്ട്സ് ആൻഡ് ബോൾസ് വിച്ച് ആർ ലൊക്കേറ്റഡ് ഇൻ നാരോ സ്പേസ് ഓർ ഡെപ്ത്. അപ്പോൾ ഇവിടുത്തെ നാരോ സ്പേസ് ഓർ ഡെപ്ത് നോട്ട് ചെയ്യുക. ഓക്കെ, ലൂസൻ ചെയ്യണം, ടൈറ്റനിങ് ചെയ്യണം. ഡബിൾ എൻഡഡ് സ്പാനർ യൂസ് ചെയ്യാൻ പറ്റുമോ? റിംഗ് സ്പാനർ ആണോ? സോക്കറ്റ് ഓർ ബോക്സ് സ്പാനർ ആണോ? സിംഗിൾ എൻഡഡ് ഓപ്പൺ ജോ അഡ്ജസ്റ്റബിൾ സ്പാനർ ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സോക്കറ്റ് അല്ലെങ്കിൽ ബോക്സ് സ്പാനർ ആണ് നമ്മളിവിടെ നാരോ സ്പേസ് അല്ലെങ്കിൽ ഡെപ്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷനിൽ നിന്ന്. ഓക്കെ, സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ്. സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീലാണോ, ഹൈ കാർബൺ സ്റ്റീലാണോ, ബ്രാസ് ആണോ, കാസ്റ്റൻ ആണോ? എല്ലാവർക്കും അറിയാം ഹൈ കാർബൺ സ്റ്റീലാണ്. പിന്നെ സ്ക്രൈബറിൻ്റെ ആംഗിൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പോയിന്റ് ആംഗിൾ 12 to 15 ആണ്. ഷീറ്റ് മെറ്റലിൽ യൂസ് ചെയ്യുന്നത് ടേപ്പർ ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് ആംഗിൾ നോക്കുകയാണെങ്കിൽ 15 to 20. ഓക്കെ, അപ്പോൾ ആ റേഞ്ചും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, 4-fold വുഡ് റൂളർ അവൈലബിൾ സൈസസ്. ഇതൊരു ഷീറ്റ് മെറ്റലിൽ വരുന്ന ഒരു ഹാൻഡ് ടൂളാണ് 4-fold വുഡ് റൂളർ എന്ന് പറയുന്നത്. അത് 600 mm ആണോ, 550 mm ആണോ, 500 ആണോ, 650 ആണോ? അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 600 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സ്ക്രൂ ഡ്രൈവർ യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യൻ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ഏതാണ്? ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, ലൈറ്റ് ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ ടിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ സെറ്റ്, ഫ്ലെക്സിബിൾ സ്ക്രൂ ഡ്രൈവർ. ഇവിടെ ഇലക്ട്രീഷ്യൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും. നെയിം ദ മെറ്റീരിയൽ ബൈ വിച്ച് ബ്ലേഡ് ഓഫ് സ്ക്രൂ ഡ്രൈവർ ഈസ് മെയ്ഡ് ഓഫ്. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഹാർഡ് ആൻഡ് ടെമ്പേർഡ് മൈൽഡ് സ്റ്റീൽ, ഹാർഡ് ആൻഡ് ടെമ്പേർഡ് സോഫ്റ്റ് സ്റ്റീൽ, ഹാർഡ് ആൻഡ് ടെമ്പേർഡ് കാർബൺ സ്റ്റീൽ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഹാർഡ് ആൻഡ് ടെമ്പേർഡ് കാർബൺ സ്റ്റീലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പ്ലെയർ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഷീത്ത് ആൻഡ് ഇൻസുലേഷൻ ഫ്രം കേബിൾ. അപ്പോൾ ഷീത്ത് ഇൻസുലേഷൻ കേബിളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ പ്ലെയർ ആണോ, ഫ്ലാറ്റ് നോസ് പ്ലെയർ ആണോ, ഡയഗണൽ കട്ടിംഗ് പ്ലെയർ ആണോ, റൗണ്ട് നോസ് പ്ലെയർ ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡയഗണൽ കട്ടിംഗ് പ്ലെയർ ആണ്. ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്ട്സ് ഇൻ പ്ലേസസ് വെയർ ഫിംഗേഴ്സ് cannot reach. ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്ട്സ് ഇൻ പ്ലേസസ് വെയർ ഫിംഗേഴ്സ് cannot reach. ഫ്ലാറ്റ് നോസ് പ്ലെയർ ആണോ, ലോങ് നോസ് പ്ലെയർ ആണോ, സൈഡ് കട്ടിംഗ് പ്ലെയർ ആണോ, റൗണ്ട് നോസ് പ്ലെയർ ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലോങ് നോസ് പ്ലെയർ ആണ്. അപ്പോൾ ഫിംഗേഴ്സ് റീച്ച് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ലോങ് നോസ് പ്ലെയർ ആയിരിക്കും അവിടെ സ്മോൾ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ ലെങ്ത് ഓഫ് ദ ബ്ലേഡ്, വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവേഴ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ബ്ലേഡും വിഡ്ത്ത് ഓഫ് ദ ടിപ്പും വെച്ചിട്ടാണെന്ന് ഓർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇൻ ലിമിറ്റഡ് സ്പേസ് വിച്ച് സ്ക്രൂ ഡ്രൈവർ ഈസ് യൂസ്ഡ്. ലിമിറ്റഡ് സ്പേസിൽ ഏത് സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, സ്മോൾ സ്റ്റഡി സ്ക്രൂ ഡ്രൈവർ, റാച്ചറ്റ്, ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സ്റ്റഡി സ്ക്രൂ ഡ്രൈവർ ആണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർപ്പൻറ്റേഴ്സ് സ്ക്രൂ ഡ്രൈവർ എന്നറിയപ്പെടുന്നത് ലൈറ്റ് ഡ്യൂട്ടി ആണോ, ഹെവി ഡ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണോ, ഫിലിപ്സ് ആണോ, ലണ്ടൻ പാറ്റേൺ ആണോ? ഇതിനെയും ഹെവി ഡ്യൂട്ടി എന്ന് തന്നെയാണ് പറയുന്നത്, ലണ്ടൻ പാറ്റേൺ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലണ്ടൻ പാറ്റേൺ ആണ്. ആ നൈൽസൊക്കെ എടുത്ത് കളയാനായിട്ടൊക്കെയാണ്, ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കാർപ്പൻറ്റേഴ്സ് സ്ക്രൂ ഡ്രൈവറിൽ ലണ്ടൻ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് 2 മോഡ്യൂളിൽ നിന്നുള്ള ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു റിവിഷൻ എന്നുള്ള നിലക്കാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സെഷൻ കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.